ഹലോ, അസ്സലാമു അലൈക്കും. പരിശുദ്ധ കഅബയെ ആവരണം ചെയ്യപ്പെട്ട കിസ്വയെ ഒന്ന് പരിചയപ്പെട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മക്കയിൽ സ്ഥിതി ചെയ്യുന്ന കഅബ ഷരീഫിനെ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാൽ സമ്പുഷ്ടമായ മനോഹരമായ പുടവയാണ് കിസ്വ. ഇസ്ലാമിക പാരമ്പര്യമനുസരിച്ച് എല്ലാ വർഷവും കിസ്വ നവീകരിക്കപ്പെടാറുണ്ട്. വർഷം തോറും മുടങ്ങാതെ അനുവർത്തിച്ചു വരുന്ന ഈ കർമ്മത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം കൽപ്പിക്കാറുമുണ്ട്. ദശലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും തെളിവാണ് ഈ കർമ്മമെന്ന് നിസ്സംശയം പറയാം. കഅബയെ പൂർണ്ണമായും മറയ്ക്കുന്ന പുതപ്പെന്നാണ് കിസ്വ എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. ഉന്നത ഗുണനിലവാരം കാത്തുസൂക്ഷിക്കുന്ന പട്ടിൽ നിന്നും നെയ്തെടുത്ത കിസ്വയിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നൂലുകളിൽ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 658 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കിസ്വയുടെ നിർമ്മാണം 137 തൊഴിലാളികൾ 8 മാസക്കാലയളവ് കൊണ്ടാണ് പൂർത്തീകരിക്കാറുള്ളത്. 670 കിലോഗ്രാം ഭാരം വരുന്ന ഈ ആവരണത്തിൽ 15 കിലോഗ്രാം സ്വർണ്ണനൂൽ അടങ്ങിയിട്ടുണ്ടത്രേ. ഹജ്ജ് തീർത്ഥാടനത്തിനിടെ അനവധി വിശ്വാസികളാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കേന്ദ്രമായി ഗണിക്കപ്പെടുന്ന കഅബ സന്ദർശിക്കുന്നത്. നിർമ്മാണാനന്തരം നിരവധി സന്ദർഭങ്ങളിൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത കഅബ ഇന്നും ആദരണീയ ഭവനമായി നിലകൊള്ളുന്നു. ഏറെ മഹത്വം കൽപ്പിക്കപ്പെടുന്ന കഅബയെ അനാവരണം ചെയ്യുന്നു എന്ന കാരണത്താൽ കിസ്വയും സാർത്ഥകമാണ്. പഴയതിനു മുകളിലായി പുതിയ കിസ്വകൾ സ്ഥാനം പിടിക്കലായിരുന്നു ആദ്യകാലങ്ങളിലുള്ള പതിവ്. എന്നാൽ കാലക്രമേണ ഇത് മാറിവന്നു. നിലവിലെ ആചാരമനുസരിച്ച് കാലപ്പഴക്കം സംഭവിച്ച കിസ്വകളിലെ ഖുർആൻ സൂക്തങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ വിവിധ സംഘടനകൾക്കും സന്ദർശനത്തിനെത്തുന്ന വിശിഷ്ടാതിഥികൾക്കും കൈമാറപ്പെടുന്നു. കിസ്വ അലങ്കരിക്കാതെ നിലകൊണ്ട കഅബയുടെ തുടക്കകാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം ഏറെ ദൈർഘ്യമേറിയതും സങ്കീർണവുമാണ്. ഹിമ്യർ രാജവംശത്തിലെ തുബ്ബ അബൂ ഖറാബ് അസദിൻ്റെ ഭരണകാലം വരെ കഅബയിൽ കിസ്വ പുതപ്പിക്കപ്പെട്ടിട്ടില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി കിസ്വ അണിയിച്ച തുബ്ബ രാജാവിന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ പിൻതലമുറ കഅബ ആവരണം ചെയ്യുന്നത് മതധർമ്മമായി കണ്ടുപോന്നു. ഖുറൈശികളുടെ വിലക്ക് കാരണം AD 630 വരെ കിസ്വ അണിയിക്കുന്നതിൽ മക്ക മുസ്ലിങ്ങൾ തൽപരരായിരുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. മക്ക വിജയത്തിന് ശേഷവും ഈ പതിവ് തുടർന്നു. ആരാധനാനുഷ്ഠാനങ്ങൾക്കിടെ അവിചാരിതമായി തീപിടിച്ചതോടെയാണ് പ്രവാചകൻ ആദ്യമായി കിസ്വ അണിയിച്ചത്. യമനിൽ നിന്ന് കൊണ്ടുവന്ന തുണിയായിരുന്നു അന്ന് ഉപയോഗിച്ചത്. ഖലീഫമാരുടെ ഭരണകാലത്ത് കിസ്വ ചടങ്ങ് ഭംഗിയായി നടത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ചുമതലയായിരുന്നു. അക്കാലത്ത് വ്യത്യസ്ത ഡിസൈനുകളിൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഈജിപ്തിനായിരുന്നു കിസ്വ രൂപകൽപ്പന ചെയ്യേണ്ട ഉത്തരവാദിത്വം. കിസ്വ നെയ്യുന്നതിനായി ഏറ്റവും മികച്ച ശില്പികളെ കണ്ടെത്തുന്നതിൽ ഉസ്മാനി ഭരണാധികാരികൾ അത്യധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അക്കാലത്ത് കറുത്ത പട്ടിൽ നെയ്തെടുത്ത കിസ്വ പിന്നീട് നിറവ്യത്യാസമില്ലാതെ തുടർന്നു പോന്നു. ഹിജ്റ 160 അബ്ബാസി ഭരണാധികാരിയായ അൽ മഹ്ദി പഴയ കിസ്വകൾ കഅബയിൽ നിന്ന് നീക്കം ചെയ്ത് ഏകപാളിയുള്ള തുണി വിരിക്കുന്ന ആചാരത്തിന് തുടക്കം കുറിച്ചു. ഇസ്ലാമിക സംസ്കാരത്തിൽ ഏറെ പ്രാമുഖ്യം നൽകപ്പെടുന്ന കിസ്വയുടെ അതിവിദഗ്ധമായ നിർമ്മാണം 5 ഘട്ടങ്ങളിലായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. 1. ചായം പൂശൽ. സോപ്പ് മിശ്രിതമടങ്ങിയ ചൂടുവെള്ളത്തിൽ 24 മണിക്കൂർ നേരത്തേക്ക് കിസ്വ തുണി കുതിർത്ത് വെക്കും. പട്ട് വെള്ള നിറത്തിലേക്ക് മാറുന്നതോടെ കറുപ്പ്, ചുവപ്പ്, പച്ച തുടങ്ങിയ നിറങ്ങളാൽ ചായം പൂശപ്പെടും. 2. നെയ്ത്ത്. ആദ്യകാലത്ത് മനുഷ്യകരങ്ങളാൽ മാത്രം തുന്നപ്പെട്ടിരുന്ന കിസ്വയിൽ ഇന്ന് ആവശ്യാനുസരണം യാന്ത്രിക സഹായം നേടാറുണ്ട്. പ്രിന്റിംഗ് ആണ് 3ാമത്തെ ഘട്ടം. നിർമ്മാണ പ്രക്രിയയുടെ 3ാം ഘട്ടത്തിൽ കിസ്വയിൽ പ്രദർശിതമാകുന്ന ഡിസൈനുകളും കാലിഗ്രഫികളും എഴുത്തുകളും സസൂക്ഷ്മം പ്രിന്റ് ചെയ്യപ്പെടുന്നു. കിസ്വ നിർമ്മാണത്തിൽ ഏറെ സമയമെടുക്കുന്ന ദൗത്യമായ ചിത്രാലങ്കാരമാണ് 4ാം ഘട്ടം. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നൂലുകളാൽ തുന്നിച്ചേർക്കപ്പെടുന്ന ഡിസൈനുകളും കാലിഗ്രഫികളും ഈ അവസരത്തിലാണ് അതിൻ്റെ ഭാഗവാക്കാവുന്നത്. നിർമ്മിക്കപ്പെട്ട കിസ്വ ഭംഗിയായി സജ്ജീകരിക്കലാണ് 5ാം ഘട്ടം. കിസ്വയുടെ അരികുകൾ ഏകോപിപ്പിച്ച് കൃത്യസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ഈ പ്രവൃത്തിയാണ് ഏറ്റവും ഒടുവിലത്തേത്. ഓരോ വർഷവും ചെറു കഷ്ണങ്ങളായി മുറിക്കപ്പെടുന്ന കിസ്വയുടെ കഷ്ണങ്ങൾ വിശിഷ്ട വ്യക്തികൾക്കായി കൈമാറുന്നതാണ് പതിവ്. അതിൽ ചിലത് ഹജ്ജ് തീർത്ഥാടകർക്കും നൽകാറുണ്ടത്രേ. 658 മീറ്റർ നീളത്തിലുള്ള തുണി ഏകദേശം 47 കഷ്ണങ്ങളാൽ തുന്നിച്ചേർക്കപ്പെട്ടതാണ്. ആവശ്യാനുസരണം 17 മില്യൺ സൗദി റിയാൽ വരെ കിസ്വയുടെ വില ഉയർന്നേക്കാം.
ഈജിപ്ത്, യമൻ, ഇറാഖ്, ബഗ്ദാദ് തുടങ്ങി വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ് കിസ്വയുടെ തുണി ഇറക്കുമതി ചെയ്യപ്പെടാറുള്ളത്. മുമ്പ് ദുൽഹജ്ജ് 10 നടക്കാറുള്ള കിസ്വ ചടങ്ങ് ഇപ്പോൾ ദുൽഹജ്ജ് 9 സംഘടിപ്പിക്കപ്പെടാറുള്ളത്. ഇത്രയൊക്കെയാണ് പരിശുദ്ധ കഅബയെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കിസ്വയെക്കുറിച്ച് എനിക്കറിയാവുന്ന വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.